ഇന്നലെ ആദ്യത്തെ 5 ബിസിനസ് ട്രിക്സ് നമ്മൾ കണ്ടു. ഇന്ന് അവസാന 5 പവർഫുൾ ട്രിക്സ് നോക്കാം. സ്ട്രാറ്റജി 6. സൂപ്പർമാർക്കറ്റിൽ പാൽ, മുട്ട, ബ്രെഡ് എന്തുകൊണ്ടാണ് ഏറ്റവും പിന്നിൽ വയ്ക്കുന്നത്? കാരണം അവ എടുക്കാൻ നിങ്ങൾ സ്റ്റോർ മുഴുവൻ നടക്കണം. ആ സമയത്ത് വഴിയിൽ കാണുന്ന പല പ്രോഡക്ട്സ് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. അതിൽ ചിലത് അറിയാതെ കാർട്ടിലുമെത്തും. ഇതാണ് സ്റ്റോർ ലേഔട്ട് സ്ട്രാറ്റജി. സ്ട്രാറ്റജി 7. ഫ്രീ ട്രയൽ ട്രാപ്പ്. 30 ഡേയ്സ് ഫ്രീ. കേൾക്കാൻ നല്ലതാണ്, പക്ഷേ ക്യാൻസൽ ചെയ്യാൻ മറന്നാൽ അടുത്ത മാസം പണം ഓട്ടോമാറ്റിക്കായി പോകും. പല കമ്പനികളും ആളുകൾ ക്യാൻസൽ ചെയ്യാൻ മറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് റിമൈൻഡർ സെറ്റ് ചെയ്യുന്നത് നല്ല ശീലമാണ്. സ്ട്രാറ്റജി 8. കോംബോ ഓഫേഴ്സ്. ബർഗർ 150 രൂപ, കോംബോ 249 രൂപ. ഓഫർ ലാഭമാണെന്ന് തോന്നും, പക്ഷേ കോംബോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ കൂടുതൽ വാങ്ങുന്നത്. ഇതാണ് കോംബോ സ്ട്രാറ്റജി. സ്ട്രാറ്റജി 9. ലോയൽറ്റി പോയിന്റ്സ്. 100 പോയിന്റ്സ് ഏൺഡ്. ഈ പോയിന്റ്സ് നഷ്ടമാകരുത് എന്ന് തോന്നി വീണ്ടും അതേ സ്റ്റോറിൽ നിന്ന് വാങ്ങും. അതുകൊണ്ടാണ് ലോയൽറ്റി പ്രോഗ്രാംസ് ഇത്ര വിജയിക്കുന്നത്. സ്ട്രാറ്റജി 10. സബ്സ്ക്രിപ്ഷൻ മോഡൽ. നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, ആമസോൺ പ്രൈം ചെറിയ മന്ത്ലി പേയ്മെന്റ്. പക്ഷേ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ്, സ്ഥിരമായ വരുമാനം. അതുകൊണ്ടാണ് ഇന്ന് പല കമ്പനികളും സബ്സ്ക്രിപ്ഷൻ മോഡൽ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഈ 10 ബിസിനസ് ട്രിക്സ് നിങ്ങൾ മനസ്സിലാക്കി. അടുത്ത തവണ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം മാത്രം ചോദിക്കൂ: ഇതെനിക്ക് ശരിക്കും ആവശ്യമാണോ? അല്ലെങ്കിൽ ഇത് വാങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുകയാണോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ പണം ലാഭിച്ചേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ട്രിക്ക് ഏതാണ് എന്ന് പറയൂ. ബിസിനസ്, ഫൈനാൻസ്, മണി സൈക്കോളജി സംബന്ധിച്ച വ്യത്യസ്തമായ മലയാളം വീഡിയോകൾക്കായി വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.